ലോകമേറെ ആകാംക്ഷയോടെയും അതിലേറെ അമ്പരപ്പോടെയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കത്തെ നോക്കിക്കാണുന്നത്. വർഷങ്ങളോളം താൻ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത ബരാക് ഒബാമയുടെ കാലത്തെ ഇറാൻ ആണവ കരാറിന് സമാനമായ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് ട്രംപ് ഭരണകൂടം നീങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാനും മരവിപ്പിക്കപ്പെട്ട ശതകോടിക്കണക്കിന് ഡോളർ ഇറാന് തിരികെ നൽകാനും പകരം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമാണ് ഈ പുതിയ സമാധാന കരാർ ലക്ഷ്യമിടുന്നത്. ഈ നീക്കം ഒരു വലിയ ഭൗമ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കമിടുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ ആണവ പരിപാടികളെ നിയന്ത്രിക്കുക എന്നതിലുപരി പശ്ചിമേഷ്യയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധാന്തരീക്ഷത്തിനൊരു അറുതി വരുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ഈ പുതിയ ഉടമ്പടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ട്രംപിന്റെ വിശ്വസ്തരായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരാണ്. ഇവർ ഇറാൻ പ്രതിനിധികളുമായി ചേർന്ന് 14 പോയിന്റുകളുള്ള ഒരു ധാരണാപത്രം തയ്യാറാക്കി കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. വൈറ്റ് ഹൌസിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം വെറും 48 മണിക്കൂറിനുള്ളിൽ ഈ കരാറിന്റെ ഔദ്യോഗിക ചട്ടക്കൂട് നിലവിൽ വന്നേക്കാം. ഈ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് രാജ്യങ്ങൾക്കും മുന്നിലുള്ളത് 30 ദിവസത്തെ സമയപരിധിയാണ്. ഈ കാലയളവിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും ഇറാന്റെ ആണവ പദ്ധതികളുടെ പരിധികൾ നിശ്ചയിക്കുന്നതിനെക്കുറിച്ചും വിപുലമായ ചർച്ചകൾ നടക്കും. താൻ മുമ്പ് ഏറ്റവും മോശം കരാർ എന്ന് വിശേഷിപ്പിച്ച ഒബാമയുടെ 2015 ഉടമ്പടിയെ ട്രംപ് അനുകരിക്കുന്നു എന്ന പരിഹാസം ഉയരുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണിതെന്നാണ് ഭരണകൂടത്തിന്റെ വാദം. ആണവ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇറാൻ ഏകദേശം 12 മുതൽ 15 വർഷം വരെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. യുറേനിയം സമ്പുഷ്ടീകരണം 3.67% കൂടുതലാകാൻ പാടില്ലെന്ന ഒബാമ കാലത്തെ അതേ വ്യവസ്ഥ തന്നെ ട്രംപും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. കൂടാതെ ഇറാൻ ഇതിനകം സമ്പുഷ്ടീകരിച്ചു വെച്ചിട്ടുള്ള യുറേനിയം ശേഖരം രാജ്യം വിട്ടുപുറത്തേക്ക് മാറ്റണമെന്നും വ്യവസ്ഥയിലുണ്ട്. ഇതെങ്ങോട്ടാണ് മാറ്റുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കരാർ ലംഘിച്ചാൽ ഉടൻ തന്നെ നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UN പരിശോധകർക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഏത് സമയത്തും പരിശോധന നടത്താനുള്ള അനുമതിയും ഈ കരാറിന്റെ ഭാഗമാണ്. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരിപാടികളെക്കുറിച്ച് ഈ പുതിയ ഉടമ്പടിയിൽ കാര്യമായ പരാമർശങ്ങൾ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. ഈ നയതന്ത്ര നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം കണ്ടത് ആഗോള എണ്ണ വിപണിയിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നുവെന്ന സൂചന ലഭിച്ചതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 10% ഇടിഞ്ഞ് ബാരലിന് $100 താഴെയെത്തി. വിപണിയിലെ ഈ മാറ്റം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ഓഹരി വിപണികളിലും ഈ വാർത്തയെ പോസിറ്റീവായാണ് സ്വീകരിച്ചത്. ഇന്ധനവിലയിലെ ഇടിവ് ലോകമെമ്പാടുമുള്ള പണപ്പെരുപ്പം കുറയ്ക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാമ്പത്തിക വിദഗ്ധർ. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിലൂടെ ഇന്ധന നീക്കം സുഗമമാകുന്നത് ചൈനയെ പോലുള്ള വലിയ വിപണികൾക്കും ഗുണകരമാകും. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഇറാന് ശക്തമായൊരു മുന്നറിയിപ്പും ഇതിനൊപ്പം നൽകി. ഇറാൻ സമാധാനത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കം അവസാനിപ്പിക്കുമെന്നും ഹോർമുസ് കടലിടുക്ക് ഇറാന് കൂടി പ്രയോജനകരമായ രീതിയിൽ തുറന്നു കൊടുക്കുമെന്നുമാണ് ട്രംപിന്റെ വാഗ്ദാനം. എന്നാൽ അവർ ഈ കരാറിനോട് സഹകരിക്കുന്നില്ല എങ്കിൽ മുൻപത്തേക്കാൾ ശക്തമായ ബോംബാക്രമണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. സമാധാനത്തിന്റെ വഴിയും യുദ്ധത്തിന്റെ വഴിയും ഒരുപോലെ ഇറാന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ട്രംപിന്റെ തനതായ ശൈലിയാണ്. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതേസമയം ഈ സമാധാന ശ്രമങ്ങളെ സംശയത്തോടെയാണ് ഇസ്രായേൽ കാണുന്നത്. കരാർ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും ഭരണകൂട ഉദ്യോഗസ്ഥർക്കും നേരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായാണ് വിവരം. ഏപ്രിൽ മാസത്തിലുണ്ടായ വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് തന്നെ ഇസ്രായേൽ ഇത്തരമൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചത് ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സമാധാന വാഗ്ദാനങ്ങൾ വെറും തന്ത്രമാണെന്നും അവർക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കണമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പക്ഷം. ഇറാനെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇസ്രായേൽ തയ്യാറല്ലെന്നതാണ് നിലവിലെ സാഹചര്യം. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് നൽകുന്ന വിവരമനുസരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് വെടിനിർത്തൽ കരാറിന് വിരുദ്ധമായി നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ സൈനികർക്ക് നേരെ 10ലധികം തവണ ഇറാൻ അനുകൂല സേനകൾ ആക്രമണം നടത്തിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നിരുന്നാലും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് പെന്റഗൺ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം സംരക്ഷിക്കുക എന്നതാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്നും അതിനായി ഇറാന്റെ ആകാശത്തോ കടൽ അതിർത്തിക്കുള്ളിലോ പ്രവേശിക്കേണ്ട ആവശ്യം അമേരിക്കയ്ക്കില്ലെന്നും ഹെക്സെറ്റ് വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന ഇറാന്റെ അവകാശവാദത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഈ കരാർ യാഥാർത്ഥ്യമായാൽ അത് ട്രംപിന്റെ വലിയൊരു നയതന്ത്ര വിജയമായി മാറും. ഒബാമയുടെ കാലത്തെ കരാറിനെ വിമർശിച്ച അതേ നേതാവ് അതിനേക്കാൾ മികച്ച രീതിയിൽ ഇറാന്റെ ആണവമോഹങ്ങളെ പൂട്ടിയിട്ടു എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ ഇത് കേവലം ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണോ അതോ ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെയും ബാധിക്കും.
ഇന്ധനവില കുറയുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇറാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പുനരാരംഭിക്കാനും ഇത് അവസരമൊരുക്കും. ലോകരാഷ്ട്രങ്ങൾ ഈ പുതിയ നീക്കത്തെ വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഈ കരാർ പരിഹാരമായേക്കാം. ശതകോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ മോചിപ്പിക്കപ്പെടുന്നതോടെ ഇറാന്റെ തകർന്നുപോയ ആഭ്യന്തര വിപണിക്ക് പുതിയ ജീവൻ ലഭിക്കും. എന്നാൽ ഇതിനു പകരമായി ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുമോ എന്നതാണ് വലിയ ചോദ്യം. കൂടാതെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന വിവിധ സായുധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഈ ഉടമ്പടിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ഖമനേയിയുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാകും എന്നതും നിർണായകമാണ്. ചുരുക്കത്തിൽ ഭീഷണിയും നയതന്ത്രവും കലർന്ന ഒരു പുതിയ പരീക്ഷണത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ട്രംപിന്റെ സമാധാന കരാർ വിജയിക്കുകയാണെങ്കിൽ അത് ആഗോളക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എണ്ണവില കുറയുന്നതും പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നതും ലോകം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാനം പലപ്പോഴും നേർത്ത ചില്ലുപോലെ പൊട്ടിപ്പോകാൻ എളുപ്പമുള്ളതാണെന്നാണ്. ട്രംപിന്റെ ഈ 14 പദ്ധതി എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ലോകം കാത്തിരിക്കുന്നത് വെടിയൊച്ചകളില്ലാത്ത സുരക്ഷിതമായ ഒരു സമുദ്രപാതയ്ക്കും സുസ്ഥിരമായ ഒരു നാളേക്കുമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള ദൂരമാണോ ഈ കരാറെന്ന് കാലം തെളിയിക്കും. ട്രംപിന്റെ നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ഇതിലും വലിയൊരു യുദ്ധത്തിലേക്കാകും ലോകം കൂപ്പുകുത്തുക എന്നതും കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.